നിങ്ങളുടെ ഗോൾഡ് ഈ പറയുന്ന പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാരെ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തരുന്നത്. അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഭൂലോകത്തെ ആദ്യമായിട്ട് ഡിവോഴ്സ് ആവുന്ന സ്ത്രീയൊന്നും അല്ല സിലു ടോക്സിലെ സിലു സൽഹ അല്ലേ പേര്, അങ്ങനെ എന്താണ് പേര്. നിങ്ങളല്ല ഈ ഭൂലോകത്ത് ആദ്യമായിട്ട് ഡിവോഴ്സ് ആവുന്ന പറയുന്ന പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് ഡിവോഴ്സ് ആയത് ഇവരാണെന്നുള്ള രീതിയിലാണ്. നിങ്ങൾ നന്മവരൊക്കെ തന്നെ ഒരുപാട് മോട്ടിവേഷനും ഒരുപാട് ആൾക്കാരെയൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലെ ഉള്ളവന്മാർ അണ്ണാക്കിയിട്ട് തരുമ്പോൾ അങ്ങോട്ടും തിരിച്ച് കിട്ടുമെന്നുള്ളൊരു കാര്യം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. എന്നാ നന്മമാരോട് സിലു ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ കൂടോടെ ഇളങ്ങിയിരിക്കുകയാണ്. സപ്പോർട്ടേഴ്സ് വാരി വെതറിക്കൊണ്ട് വലിയ നന്മമരം കളിച്ചങ്ങിരിക്കുകയാണ് ചേച്ചി അവിടെ കാണിക്കുന്നത്. അവരുടെ ഓഡിയൻസിനടക്കം പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള കളിയാണ് ചേച്ചി അവിടെ കളിക്കുന്നത് കേട്ടാ. സിലു ചേച്ചിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ സിലു ചേച്ചിയെ പോലെ ഒരു നന്മമരം വേറെ ഇല്ല. നമ്മളെല്ലാം വെറും ഉണ്ണാക്കന്മാര്. അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ പാടില്ല. എന്നാ ഗീരവത്തിനാ കൊണ്ടിട്ടത്? കമന്റ് ബോക്സിൽ ആൾക്കാർ കമന്റ് ചെയ്ത് നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞതെന്ന്. അങ്ങനെ വല്ലവനും ചോദിച്ചെന്ന് പറഞ്ഞ് കുടുംബകാര്യം മൊത്തം അങ്ങ് എടുത്ത് വിളമ്പോ എങ്കിൽ കൊള്ളാമല്ലോ. എങ്കിൽ ബാക്കിയും കൂടി പറ, ഡിവോഴ്സിന്റെ കാരണം കൂടി പറ, മൊത്തം അങ്ങോട്ട് പറ, നാട്ടുകാർ അറിയട്ടെന്നേ. അല്ലാണ്ട് ഡിവോഴ്സ് ആയി എന്നോട് ഇനി ആരും ഒന്നും ചോദിക്കരുത്. ഇങ്ങനെയല്ല, എന്തായാലും ഓഡിയൻസ് ചോദിച്ചുകൊണ്ടാണല്ലോ ഡിവോഴ്സ് ആയത് പറഞ്ഞത്. ആ സ്ഥിതിക്ക് ബാക്കി കഥയും കൂടി പറ, നാട്ടുകാർ മൊത്തം കേൾക്കട്ടെന്നേ. എന്റെ പൊന്ന് ചേച്ചേ, നിങ്ങൾക്ക് ഞാന് വിട്ടതാ. ഞാൻ ആദ്യം പറഞ്ഞ് പോട്ട് പുല്ല് എന്തേലും പറഞ്ഞ് തൊലച്ചോണ്ട് പോട്ടെന്ന് പറഞ്ഞ് വിട്ടപ്പോ എപ്പിസോഡ് കണക്കിന് വീഡിയോ ഇറക്കിയിട്ട് അതിലെല്ലാം റിയാക്ഷൻ ചെയ്യണമാർക്കിട്ട് കൊത്തുന്നു. അപ്പൊ പിന്നെ നമ്മൾ വായും വളർന്നിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമ്മൾ പറയാനുള്ള 10 പറഞ്ഞിട്ട് പോണമല്ലോ. നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം ഡിവോഴ്സിനടക്കം കണ്ടന്റ് ഉണ്ടാക്കി എപ്പിസോഡ് കണക്കിന് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് എടുത്തു വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ റീച്ചിന് വേണ്ടി തന്നെയാണ്. നമുക്ക് കണ്ടന്റ് കിട്ടിയാൽ നമ്മൾ ചെയ്യും. നമ്മൾ കണ്ടന്റ് കിട്ടിയാൽ ചെയ്തിരിക്കും. അതിപ്പോ സിലു ആയാലും ചെയ്യും, ഏത് കുലു ആയാലും ചെയ്യും, നമ്മൾ ചെയ്തിരിക്കും. കണ്ടന്റ് കിട്ടിയ നിങ്ങൾക്കൊന്നും അത്രയ്ക്ക് നിങ്ങളുടെ കണ്ടന്റ് എടുക്കാൻ പാടില്ലെങ്കിൽ നിങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടില്ല. മനസ്സിലായോ? സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഭർത്താവിനെ കുറിച്ച് ഒരു 10 കുറ്റവും പറഞ്ഞ് ഭർത്താവിനെ കുറിച്ച് എല്ലായിടത്തും ഇട്ട് പഴയ മുന്നേയുള്ള പല വീഡിയോസിലിട്ട് താങ്ങി കുത്തി വെച്ചിട്ട് അവസാനം വന്നിരുന്ന നന്മമരം. എന്റെ വീഡിയോസ് ആരും എടുക്കല്ല കേട്ടോ, ഒരു മുൻകൂർ ജാമ്യം. ഇത് കാണുമ്പോൾ ഓഡിയൻസ് കൈയടിക്കും. സിലുവിന്റെ വീഡിയോ ആരും എടുക്കരുതേ എന്ന് പറഞ്ഞ്. അത് മൊണ്ണകൾ അവിടെ ഇരുന്ന് കൈയടിച്ചോണ്ടിരുന്നാൽ മതി. ഇങ്ങോട്ട് കൈയടി ഉണ്ടാക്കാൻ വരണ്ട. ഞാൻ വിട്ടതാ. അപ്പൊ നോക്കിയപ്പോ സകലമാന വീഡിയോസിൽ വന്നിരുന്നു എന്തായാലും ഞാൻ എന്തിനാണോ ഇത്ര ദിവസം പേടിച്ച് ഒന്നും പറയാതിരുന്നത് അത് സംഭവിച്ചു കേട്ടോ. നമ്മൾ എത്ര കൈകൂപ്പി യാചിച്ചിട്ടാണെങ്കിലും കെഞ്ചിയിട്ടാണെങ്കിലും ചെയ്യുന്നവർ ചെയ്യും. അല്ല ചെയ്യണ്ട, ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്യാം. മനസ്സിലായേ? ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. വന്നിരുന്ന് ഡിവോഴ്സിനെ കുറിച്ച് കഥ വിടുന്നു. ഒരെണ്ണം 1 മില്യൺ 1.5 മില്യൺ 15 ലക്ഷം അങ്ങാണ്ട് വ്യൂ അടിച്ച് കയറി ആദ്യം ഇട്ട വീഡിയോ. പിന്നാലെ നിരത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നാ പിടി അമ്മച്ചിയുടെ മാവങ്കൽ അതുപോലെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറ്റം മൊത്തം നമുക്കാ. അതുകൊള്ളല്ല. അപ്പൊ നിങ്ങൾ പറയും നിന്റെ പേരെടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന്. പേരെടുത്ത് പറയണ്ട. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാരെന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മളെല്ലാം പെടും. മനസ്സിലായി? അല്ലെങ്കിൽ പേരെടുത്ത് പറയണം ഇന്നവനാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ വായ്ത്താൾ വഴി അങ്ങോട്ട് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ നമ്മളെ പറ്റിക്കാൻ നോക്കില്ല. നമ്മൾ ഇവിടെ കിടന്ന് വിരവിക്കൊണ്ട് ഉരുണ്ട് പെരണ്ടൊക്കെയാണ് നടക്കുന്നത്. നിങ്ങളുടെ ഓഡിയൻസിന്റെ കണ്ണി പൊടിയിട്ടും കൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മളെടുത്ത് കളിക്കാൻ നിൽക്കില്ല. പൊന്നെ ചേച്ചിയെ, ഞാൻ ഉള്ള കാര്യം പറയാം. വലിയ നന്മമരം വന്നിരിക്കുന്നു. ഇവരെന്നാ നന്മമരം? അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ച് നന്മമരമാവോ? അങ്ങനെയാണെങ്കിൽ ഞാനും നന്മമരമാവില്ല. ഞാനുള്ള കാര്യം പറയാം ചേച്ചി. നിങ്ങൾ വീഡിയോ കൊണ്ട് ഇട്ട് നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടെന്ന് പറയുന്നുണ്ട്. ഓഡിയൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാണെന്ന്. ഓഡിയൻസ് എന്ത് ചോദിച്ചാലും എടുത്തൊക്കെ വിളിച്ച് പറയോ? എനിക്ക് കൊള്ളാമല്ലേ? എനിക്ക് ബാക്കി കഥ പറ. എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നിങ്ങൾ പിരിഞ്ഞത്? അങ്ങനെ നിങ്ങൾ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനൽ വഴി ഇറക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. എന്തായാലും ചേച്ചി ബാക്കി പറ. ഒത്തിരി പേര് സിലുവിൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ സൈലന്റ് ആയിട്ട് മറച്ചു വെച്ചുകൊണ്ട് നടന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരുപാട് റിയാക്ഷൻ ചാനലുകാർ അതെടുത്ത് ആഘോഷിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇവരുടെ ലൈഫിലെ കാര്യങ്ങൾ ഇവർ മറച്ചു വെച്ചുകൊണ്ട് നടന്നതിന്റെ റീസൺ ഒരുപാട് റിയാക്ഷൻ ചാനൽ അതെടുത്ത് ആഘോഷിക്കും. അതുകൊണ്ടാണ് അവരുടെ ലൈഫിലെ കാര്യം അവർ മറച്ചു വെച്ചുകൊണ്ട് നടന്നത്. സബാഷ്, കലക്കൻ, നല്ല 1-ാം തരം മറുപടി. ഇത് കേട്ട് വിശ്വസിച്ച് കൈയടിക്കാൻ കുറെ പൊട്ടന്മാര്. അപ്പൊ നമ്മൾ എടുത്ത് കണ്ടന്റ് ആക്കുമെന്നുള്ളത് കൊണ്ടാണ് അവരെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നടന്നത്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂടാ? അവരിങ്ങനെ ഇതെല്ലാം മറച്ചു വെച്ച് ഇരുന്നു. എന്നിട്ട് അവസാനം ഒരു ടൈം എത്തിയപ്പം ഇത് കണ്ടന്റ് ആക്കി റീച്ച് ആക്കി അതിൽ നിന്ന് ഒരു ഏണിങ്സ് ഒപ്പിക്കാന്ന് അവര് തന്നെ തിരിച്ചെന്ന സ്ഥിതിക്ക് അവർ തന്നെ ഒരു കൊണ്ടങ്ങ് ഇട്ട് എന്നിട്ട് അതിൽ റിയാക്ഷൻ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഡയലോഗ് അടിച്ചു. അത് വിശ്വസിച്ച് നാട്ടുകാരൻ കൈയടിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
നിങ്ങൾ ഈ സിലു എന്ന് പറയുന്ന നിങ്ങളാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇട്ടിട്ടുള്ള ഈ ഡിവോഴ്സുമായി റിലേറ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ പോലും നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടില്ലായിരിക്കും. വേറെ ഒന്നും കാണിക്കണ്ട. ആ 15 ലക്ഷം വ്യൂ പോയില്ലേ, ആ വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഒന്ന് കാണിക്കും, അതിന്റെ റവന്യൂ ഒന്ന് കാണിക്കും കേട്ടാ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കുടുംബകാര്യമല്ലേ, കുടുംബത്തിലെ ഏറ്റവും വലിയൊരു ശോകാവസ്ഥയല്ലേ, അതിനെയും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പൈസ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ. നിങ്ങളല്ല പൈസ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ മോണിറ്റൈസേഷൻ കാണിക്കും. മനസ്സിലായ? അപ്പൊ നമ്മൾ നിങ്ങളെ എടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി നമ്മൾ പൈസ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് വലിയ പ്രശ്നം. സ്വന്തം ജീവിതത്തില് ഇത്രയും വലിയൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനെ കൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ വലിയ പുണ്യാളത്തി. നമ്മളെല്ലാം കേട് കെട്ടന്മാര്. ഇത് കണ്ട് കൈയടിക്കാൻ കുറെ പൊട്ടന്മാരും പൊട്ടികൾ. സിലു ചാച്ചി ഉയിര്, ബാക്കിയെല്ലാം തൈര്. റിയാക്ഷൻ വീഡിയോ ചെയ്യണമാരെല്ലാം കേട്. എന്തോന്ന് പറയാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് വിട്ടേക്ക സാർ. എനിക്കിത് 10 പറയാതെ പോയി എനിക്ക് സമാധാനം കിട്ടത്തില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എന്റെ സന്തോഷം മാത്രം നോക്കിയാൽ മതി, എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. അവര് വലിയ നന്മ വരാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർ ചെയ്യുമെന്ന് വച്ചിട്ടാണ് ഞാൻ എന്റെ ലൈഫ് ഇതുവരെ പറയാത്തതെന്ന്. ബാക്കിയും കൂടി പറ, ബാക്കിയും കൂടി റിയാക്ട് ചെയ്യട്ടെന്നേ. പിന്നെ അല്ലാണ്ട് ചേച്ചി ഇതിന്റെ പേരിൽ എന്താന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് അത്രയ്ക്ക് പൊട്ടി. നമ്മളെല്ലാം ഒരു ഉണ്ണാക്കാൻ വരാം നിങ്ങളൊക്കെ പറയുന്ന പോലെ. നിങ്ങളെയൊക്കെ പോലെയുള്ളവർ കാണിക്കുന്ന എല്ലാ സകലമാന ഉഡായ്പകളെയും കള്ളത്തനങ്ങളെയാണ് വലിച്ചു കീറി ഒട്ടിച്ച് പൊളിച്ചെടുക്കുന്നത്. അപ്പോഴും നമ്മൾ വെറും ഉണ്ണാക്കാൻ വരല്ലേ. നമ്മൾ ഈ ഉഡായ്പകളും കള്ളത്തനത്തെ എല്ലാം വലിച്ചു കീറി ഒട്ടിച്ച് തന്നെ വിടും. അതിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഒട്ടിച്ചു വിടുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പേരാണ് മറ്റുള്ളവന്റെ ഇറച്ചി വിറ്റ് തിന്നുന്നവൻ, മറ്റുള്ളവനെ പച്ചയ്ക്ക് തിന്നുന്നവൻ. കുഴപ്പമില്ല, ഉഡായ്പകൾ ഇനിയും വലിച്ചു കീറും. ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന ആരാണെന്ന് ആദ്യം ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കും. ഇവിടെ നാട്ടുകാരെ പറ്റിക്കുന്ന ഏത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്ന്. സ്വന്തം ജീവിതത്തിലെ ഡിവോഴ്സിനെ അടക്കം എടുത്ത് കണ്ടന്റ് ആക്കിക്കൊണ്ട് പൈസ ഉണ്ടാക്കിയവരാണ് ഇവര്. അവരാണോ കേമം, നമ്മളാണോ കേമം? ആലോചിക്കുക. നാട്ടുകാരടുത്ത് എന്തു പറയാ, അന്ധമായിട്ട് കുറെ പേര് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് സപ്പോർട്ട് ചെയ്യണേ. പക്ഷെ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അന്ധമായിട്ട് വിശ്വസിച്ച് അവർ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ചുകൊണ്ട് നടക്കാം തോന്നിവാസികളെ. അപ്പോൾ ഏറ്റവും അവസാനം വേറൊരു വഴിയില്ലാതായപ്പോൾ എന്നെ ഭയങ്കരമായി അവഹേളിച്ച് അപമാനിച്ച സമയത്തൊക്കെ, അതായത് ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ കള്ളത്തരം കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ അത്രത്തോളം സ്ട്രഗിളിൽ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് അതും കൂടെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് തന്നെ ബാധിക്കും. അപ്പോൾ ശരി, ഏതായാലും കാര്യം പറയാം, അപ്പോൾ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് അതെടുത്ത് ആഘോഷിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പേടിച്ച് മനസ്സോടെയാണ് നമ്മൾ ആ കാര്യം തുറന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഞാൻ കൈയെടുത്ത് എന്താ പറയുക അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ ചാനൽ നല്ല രീതിക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്ത രീതിക്ക് ചെയ്യുന്നവരാണെങ്കിലും എൻ്റെ മക്കളുടെ മുഖത്തിനെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങൾ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മുഖം ആലോചിച്ചിട്ടെങ്കിലും വെറുതെ വിടണം എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മക്കളുടെ മുഖം ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമായിരുന്നു. സ്വന്തം മക്കളാണ്. നാളെ ആ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ അമ്മ ഒരു വീഡിയോ ഇട്ടിരുന്നു ഡിവോഴ്സ് ആയെന്നൊക്കെ പറഞ്ഞ് അതിനെ പറ്റിയിട്ട് ആ മക്കൾ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യും. അങ്ങനത്തെ ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കാശുണ്ടാക്കുമായിരുന്നോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാൽ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഓഡിയൻസിന് എനിക്കിവരെ വലിച്ചേറിയിട്ടൊന്നും കിട്ടാല്ല. പക്ഷെ ഇവർ ഈ പറഞ്ഞ വർത്തമാനങ്ങൾ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരെല്ലാം മറ്റുള്ളവരെ പച്ചയിറച്ചി തിന്നുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞില്ലേ, ആ സാധനം എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല, എനിക്കങ്ങ് പൊട്ടി. ഞാൻ ഇന്നലെ എനിക്കൊരു പെൺകുട്ടി വീഡിയോ അയച്ചു തന്നിട്ട് ഇത് കണ്ടില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഞാൻ വേണ്ട പോട്ടെ, എന്തെങ്കിലും പുല്ല് പറഞ്ഞുകൊണ്ട് പോട്ടെന്ന് നോക്കിയപ്പോൾ വൈകിട്ട് വേറെ വീണ്ടും വരുന്നു. വിടാൻ പറ്റുമോ? വിടൂല പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് അത്രയ്ക്ക് ഭയങ്കര ഇതായിരുന്നു നിങ്ങളുടെ മക്കൾ ഓർത്തിട്ടെങ്കിലും എന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലിടും. ആ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് അടക്കം ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചോദിച്ചില്ലെങ്കിൽ കൂടെ പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും ഒക്കെ ചോദിക്കൂലേ. നാളെ ആ കുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വല്ല ചിന്ത എന്താ? മക്കളെ പറ്റിയിട്ട് ഭയങ്കര കൺസേൺ തന്നെ. മനസ്സിലായി. എൻ്റെ പൊന്നെ ആച്ചി ഒന്ന് പോയച്ചി, ചുമ്മാ തള്ളി മറിക്കായിരുന്നു. പക്ഷേ അങ്ങനെ സ്വാഭാവികം, ആർക്കാണെങ്കിലും ഇപ്പം ഞാൻ ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യും, അപ്പം നമ്മളും ചെയ്തേക്കാം എന്നൊരു തോന്നലൊക്കെ വരാം. ഞാൻ ചെയ്തില്ലെങ്കിലും, അതായത് ഇവർ പറയുന്നതാണ് കേട്ടോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരെല്ലാവരും ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്തില്ലെങ്കിൽ എന്ത്, ഞാൻ ചെയ്തില്ലെങ്കിൽ ഇത് മറ്റവൻ ചെയ്യൂലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മളെല്ലാവരും അങ്ങ് ചെയ്തതെന്ന് തന്നെ. വല്ലതും ചെയ്യാണ്ടോ? നമ്മളെല്ലാവരും റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് മറ്റേ ഇരുന്നാട്ടാനല്ല. ചേച്ചി പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ചേച്ചിയുടെ വീഡിയോസിന്റെ മോണിറ്റൈസേഷൻ എന്തെങ്കിലും ഓഫ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ, എല്ലാം ഓണല്ലേ. അപ്പൊ ചേച്ചി മിണ്ടായി വായത്താളടിക്കുമ്പോൾ സൂക്ഷിച്ച് അടിക്കുക കേട്ടാ. പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവൻ അണ്ണാക്കിട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് 10 ഇരട്ടിക്ക് തിരിച്ച് വരുമെന്നുള്ളൊരു കാര്യം കൂടി ചേച്ചിക്കൊന്ന് ബോധമാണ്. ഇപ്പൊ കുറെ എണ്ണം വരും എൻ്റെ താഴെ
എന്തായിട്ടുള്ള എടാ നീ പച്ചിറച്ചി തിന്നാൻ ഞാനുമില്ലടാ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ബോധമില്ലാത്തവരെ നിന്നെയൊക്കെ അടക്കം പറ്റിച്ചോണ്ടിരിക്കുകയാണ്. കമന്റ് ഇട്ട നിന്നെയൊക്കെ അടക്കമാണ് അവരെടുത്തിട്ട് അലക്കുന്നത്. അതുപോലും ചിന്തിക്കാനുള്ള ഒരു ബോധമില്ലാത്തവന്മാർ. എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെയും ഷൊട്ടക്കളോ. അതിലൊരുപാട് പേര് നല്ല മാന്യമായ രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലർ എന്താ ഏതാണെന്ന് അറിയാതെ തന്നെ, അതായത് ഞാനിത് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനൊക്കെ എൻ്റെ ഒരു 10 വർഷം മുമ്പത്തെ എന്തോ ശത്രുതയുള്ള പോലെയൊക്കെയാണ് ഓരോ വീഡിയോസ് ഇട്ട് എൻ്റെയും അല്ലെങ്കിൽ ആളുടെയും കൂടെ ഞങ്ങളുടെ ഇടയിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ വന്ന് ജീവിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട പോലെയാണ് ഓരോ അവഹേളങ്ങളും അവലോകനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ താത്വിക അവലോകനം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഓരോ വീഡിയോസിലും വന്നിട്ട് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഇൻഡയറക്ട്ലി പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോഴല്ല, മുന്നേ ഉള്ള വീഡിയോസിൽ അതും കൂടിയൊക്കെ കാണുമ്പം നാട്ടുകാർക്ക് അത്യാവശ്യം മനസ്സിലാവും. ഇവർ തന്നെ പലതവണയായിട്ട് അവരുടെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിച്ചു, നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അത് വെച്ച് അവർ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അവസാനം വന്നിട്ട് ബാക്കിയുള്ളവർക്കായി കുറ്റം. ഇത് മറ്റേ വെടി വച്ചവനും കൊണ്ടവനുമല്ല, ഒച്ച കേട്ടോണ്ടവനായി പ്രശ്നം. ആ ഒരു ടാഗ് ലൈനാണ് എനിക്കിവിടെ മനസ്സിലായത്. ഇങ്ങനെ കുറച്ച് ഉളുപ്പാവാൻ ചേച്ചി. ഇതൊക്കെ ഓവറാ. സത്യം ഉള്ള കാര്യം പറയാം, പക്ക ഓവറാ. ഒരു മനുഷ്യനും അറിയില്ല. ഇപ്പോൾ എൻ്റെ ഇടപഴകുന്ന ഒരാൾ ഞാൻ നല്ലതാണെന്ന് പറയണമെങ്കിൽ അവർ എന്നോട് ഇടപഴകുന്നത് വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അതേപോലെ എനിക്ക് എന്ത് പറയാൻ പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ മറ്റൊരാളോട് ഇടപഴകിയത് വെച്ചുകൊണ്ട് അവരങ്ങനെയല്ലല്ലോ ഇവരിങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഇവള് നുണ പറയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിലെവിടെയും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകാത്ത ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാന്യമായ രീതിയിൽ ഇത് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഏതൊക്കെ രീതിയിൽ എൻ്റെ മക്കളെ സത്യം പറഞ്ഞാൽ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒന്നും സെർച്ച് ചെയ്ത് കാണാനോ അല്ലെങ്കിൽ അതിനോ മെനക്കെടാറില്ല. ഒന്നാമത് നമുക്ക് ടൈം ഉണ്ടാവാറില്ല, നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ തിരക്ക് കാര്യങ്ങൾ. പക്ഷെ ഒത്തിരി പേര് എനിക്ക് അയച്ചു തരാനും അയ്യോത്ത് അവരങ്ങനെ പറയുന്നു അയ്യോത്ത് എങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കണ്ടുപോയതാണ് കേട്ടോ. രാത്രി എനിക്ക് ഒരു നിർജീവമായിട്ടുള്ള അല്ലെങ്കിൽ നിർവികാരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ല. ഓരോരുത്തരുടെ പറച്ചിലും അവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും എന്തിന് മക്കൾ ഉണ്ടായതിനെ വരെ ഭയങ്കര മോശമായ രീതിയിലൊക്കെ പറയുന്ന രീതിയിലും അതിൻ്റെ അടിയിൽ ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിതമൊന്നും കളവോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെ പഴയ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം ആ ലൈഫ് ജീവിച്ചത് സത്യം തന്നെയാണ്. എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഭാവിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് മക്കൾ വേണ്ട, മക്കളെ കൊല്ലാന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. എന്റെ പൊന്നളെ, ഇവർ എന്നാ നന്മമരം കളിയാടാ. ഞാൻ താണ്ടാ നന്മമരം ക്യൂൻ എന്നുള്ള രീതിയിലാണ് സംസാരം. ഇവർ പറഞ്ഞല്ലോ, ഇവരും ഇവരുടെ ഭർത്താവുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരിടത്തും ഷെയർ ചെയ്തില്ല. നമ്മൾ ആകെ ഷെയർ ചെയ്തത് നമ്മൾ ഡിവോഴ്സ് ആയെന്ന് മാത്രമാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ ഒരു സെറ്റപ്പ് സാധനം അടിച്ചില്ലേ. ഇവർ തന്നെ ഇവരുടെ ഭർത്താവായിട്ടുള്ള പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് ഫുള്ള് കാണും. ഇവർ എന്നെ പല തവണയായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് തള്ളി മറിക്കുന്ന തള്ളൽ കേട്ട് കഴിഞ്ഞ് എൻ്റെ പൊന്നളിയ പെറ്റ തള്ള സഹിക്കത്തില്ല. എന്നാ തള്ളാടാ തള്ളുന്നത്. നമ്മളായ കുറ്റക്കാർ. എനിക്ക് അതാണ്ടാ പിടിക്കാത്തത്. ഇവരിത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നൈസായിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർ ഇതെടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർക്കിട്ട് നാട്ടുകാരുടെ പൊങ്കാല കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ മൂവാണ്. അത് കണ്ട് വീഴുന്നവനല്ല ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. വളരെ മാന്യമായിട്ട്. പക്ഷെ എനിക്കിത് അത്രയും മാന്യത എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പൊട്ടി നിന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് പോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിട്ടതാണ്. പിന്നെ നോക്കിയപ്പോൾ അവർ വീണ്ടും എപ്പിസോഡ് കണക്കിന് ഇറക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർ അണ്ണാക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മാരെന്തോ മറ്റേ കൊടും കുറ്റവാളികളെ പോലെയാണ് ഇവരുടെ സംസാരം. ഇവർ വലിയ നന്മ വരും, ബാക്കിയുള്ളവന്മാരെല്ലാം ഉണ്ണാക്കാന്മാർ. അതായത് എവിടത്തെ മറ്റേ അടുത്ത സംസാരം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. പറ ചേച്ചി. ഒരു പ്രതീക്ഷയുടെ പുറത്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ മക്കളുണ്ടായതിനെയും ഉണ്ടാക്കിയതിനെയും ഒക്കെ പറ്റി ഭയങ്കര മോശമായ രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നതൊക്കെ കേട്ടു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കണം എന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നീയല്ല നിൻ്റെയൊക്കെ വാപ്പ് വന്നു കഴിഞ്ഞാലും അതിനെ തടയാൻ ആരെക്കൊണ്ടും പറ്റൂല. അവർ ജനിക്കുക തന്നെ ചെയ്യും. എൻ്റെ മക്കളെ എനിക്ക് ഒരിക്കലും ഒരു ബാധ്യതയായിട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടോ എനിക്കൊരു വിഷമമായിട്ടോ ഈ നിമിഷം വരെ ഞാൻ പേഴ്സണലി ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ പബ്ലിക്കിലും പറയും. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരെൻ്റെ സന്തോഷമാണ്, അവരെൻ്റെ ഭാഗ്യമാണ്, അവരെൻ്റെ സൗഭാഗ്യമാണ്. ഇവരെന്ത് തേങ്ങയാണ് പറയുന്നത്? മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. സത്യം പറയല്ല എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങൾ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മക്കളെ ഏതൊക്കെ പറയുന്നത്? നിങ്ങൾ മക്കളെ പ്രസവിച്ചതോ ജന്മം കൊടുത്തതോ ആരെങ്കിലും തെറ്റെന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ ആരെങ്കിലും പറഞ്ഞു അതിനുള്ള റിപ്ലൈ ആയിരിക്കും ചിലപ്പോൾ. ചേച്ചിക്ക് കമന്റ് ബോക്സിനുള്ള റിപ്ലൈ കൊടുക്കാൻ ഭയങ്കര ഹരമാണ്. കമന്റ് ബോക്സിൽ അത്രയ്ക്ക് അങ്ങോട്ട് കമന്റ് വരുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കും. അപ്പൊ പ്രശ്നമില്ലല്ലോ. അതെങ്ങനെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ്സ് വരാണ്ട് വരുമ്പോൾ വീഡിയോ ഹൈപ്പിലോട്ടും റീച്ചിലോട്ടും പോകില്ല. വ്യൂവർഷിപ്പ് വന്നാലല്ലേ അതിൻ്റെ അകത്തുനിന്ന് പൈസ കിട്ടത്തുള്ളൂ. എങ്ങനെ പോയാലും ഈ 1.5 മില്യൺ വ്യൂ പോയ ഒറ്റ വീഡിയോയ്ക്ക് തന്നെ ഒരു 2-3 ലക്ഷം രൂപയെങ്കിലും കിട്ടിക്കാണും. ഞാൻ കള്ളം പറഞ്ഞെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കറിഞ്ഞൂടാ പിന്നെ എൻ്റെ കണക്ക്. ചുമ്മാ ചേച്ചി ഇരുന്ന് തള്ളി മറിക്കാതെ 2-3 ലക്ഷത്തിൽ നിന്നാ വക. ആ കണക്കിനാണ് റീച്ച് അടിച്ചു പോയിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒരു 10-15 ലക്ഷമെങ്കിലും ഇത്രയും വീഡിയോ കൊണ്ടുണ്ടായി കാണും. ഈ കണ്ടോണ്ടിരുന്ന് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണവന്മാർ അണ്ണാക്കി വെട്ടിക്കൊണ്ടിരിക്കുക. അവിടെ അവരുണ്ടാക്കുന്നുണ്ട് നിന്നെയൊക്കെ അവരെ പറ്റിച്ച്. മനസ്സിലായ?
വ്യൂവർഷിപ്പിന് വേണ്ടി തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെ. അവരും അതിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനുവേണ്ടി ചെയ്തിട്ട് ബാക്കിയുള്ളവന്മാർ ഉണ്ണാക്കന്മാരും അവർ വലിയ പെർഫെക്റ്റ്, അവർ നന്മമാരും, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവർ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഓഫ് ആണെന്നുള്ള കാര്യം നിങ്ങൾ കാണിക്കും. ഓഫാണെന്ന് ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് കാണിക്കില്ലേ, അതിന്റെ റവന്യൂ കാണിക്കണം. റവന്യൂ കാണിക്കുമ്പം റവന്യൂവിൽ അവിടെ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് കാണിച്ചിട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യും, ഞാൻ സമ്മതിച്ച്. അതിന്റെ മോണിറ്റൈസേഷൻ ഓഫ് ആയിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ച് നമ്മൾ മാപ്പ് പറയാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം എൻ്റെ പൊന്നു ചേച്ചി വായിട്ട് അലച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്തു, അത് ബാക്കിയുള്ളവരെടുത്ത് അവരും പൈസയ്ക്ക് വേണ്ടി കണ്ടന്റ് ആക്കി. ഇനി കിടന്ന് വായത്താളം അടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വലിയ നന്മമരവും ബാക്കിയുള്ളവന്മാർ വലിയ ഉണ്ണാക്കന്മാർ, ഇമാതിരി മറ്റേടുത്ത വർത്തമാനം കൊണ്ട് വരരുത് കേട്ടോ. ഞാൻ സാധാരണ മറ്റവന്മാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമല്ലോ എന്നല്ല ചെയ്യുന്നത്. എനിക്ക് പിന്നെ വേറെ ഒന്നും തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാതെ ഞാൻ വായത്തോന്നിയൊക്കെ വിളിച്ച് പറയും. ഈ ചേച്ചിയിരുന്ന് വലിയ നന്മമരം പറഞ്ഞ് വായത്താളം അടിച്ച് കളിക്കുന്നുണ്ടല്ലോ. പഴയ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇതിലെല്ലാം ഇവർ കറക്റ്റായിട്ട് ഇവരുടെ ഭർത്താവിനെ വലിച്ചിട്ടും കൊണ്ടുള്ള സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ വലിയ നന്മമരം എല്ലാത്തിലും വെച്ച് സ്വന്തം ഭർത്താവിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വന്നിരുന്ന ഗുണമാണ്. ആൾക്കാർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ആൾക്കാർ ഇവരടുത്ത് ചോദിച്ചു പോലെ എന്തൊന്ന് ഒളിപ്പിച്ചിരുത്തിയിട്ടുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചെങ്കിൽ അത് ചോദിക്കും. കാരണം അമ്മാതിരി ഉള്ള രീതിയിലൊക്കെയാണ് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ നാട്ടുകാർ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ഇനി ഒരു 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 ക്ഷമയോടെ സംസാരിക്കത്തില്ല. എനിക്ക് മതിയായി, തികഞ്ഞ്. ഇനി അങ്ങേരുടെ സൈഡും കൂടി കേൾക്കണം. ഇവരാണോ എന്തെങ്കിലും ചെയ്തത്, അങ്ങേരാണോ എന്തെങ്കിലും ചെയ്തതെന്ന് ആ സൈഡും കൂടി കേൾക്കണം. അല്ലാതെ എനിക്ക് ഇവരെ നമ്പാനൊന്നും പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ സംസാരിച്ച സമയത്ത് ഞാൻ അങ്ങ് സംസാരിച്ച് പോട്ട് പാവം എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്കിപ്പോൾ അത് പറ്റുന്നില്ല. കാരണം ആ വ്യക്തിയുടെ സൈഡ് കേൾക്കണം. ആ വ്യക്തിയാണോ അനുഭവിച്ചതെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഇവരുടെയൊക്കെ റിയൽ ലൈഫ് മാത്രമേ അറിയാത്തുള്ളൂ, റിയൽ ലൈഫ് അറിയത്തില്ല. ഇവർ വന്ന് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ, കാണുന്നുള്ളൂ. അങ്ങേരെന്തോ വലിയ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ വേറെ പല ഇൻസിഡന്റ് പറഞ്ഞു വെച്ചിട്ട് അവസാനം അതിൽ കൊണ്ട് ചവിട്ടി നിർത്തുന്നുണ്ട്. അത് അങ്ങേരെ കണ്ടിട്ടില്ല. അങ്ങേരെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് കണ്ടേക്ക്. വെച്ചാൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുട്ടികളുടെ വാപ്പാനെ കളഞ്ഞിട്ട് പോയോ, അല്ലെങ്കിൽ എനിക്ക് പൈസ ഒരുപാട് വന്നത് കൊണ്ട് ചന്തം പിടിക്കാനിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോയോ എന്നുള്ള പോലെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു. അതിനെന്താ പറയുന്നത് വെച്ചാൽ, ഒന്നാമത്തത് ഞാൻ ആരെങ്കിലും കളഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഞാൻ എവിടെയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് വീട് മാറി എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കുറേ ആൾക്കാരാണ് കുറേ കാര്യങ്ങൾ അതിലേക്ക് ഊഹിച്ച് കയറ്റുന്നത്. ഒന്നാമത്തത്, മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം പ്രൈവറ്റാക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റൈറ്റ്സിനെ മാനിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഇഷ്ടപ്പെടാത്തതും. ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ നല്ലതല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഏതുവരെ പ്രൈവറ്റായിട്ട് വെക്കണം തോന്നണോ അത്രയും ദിവസം വെക്കുന്നതല്ലേ നല്ലത്. അതൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ആരാ പറഞ്ഞത് കുട്ടികളുടെ വാപ്പാക്ക് വരുമാനം ഇല്ല, പൈസ ഇല്ലാതുള്ളത്? നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പേരിലുള്ള ഷോപ്പുകളും പിന്നെ ആളുടെ പേരിലുള്ള ഷോപ്പും പിന്നെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടുകൊടുത്ത ബുക്ക് സ്റ്റോളിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുമാനം വരുന്നുണ്ട്. അതായത് ഡെയിലി ഒരു 10-15,000 രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദീർഘവീക്ഷണത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാവിയിൽ എനിക്ക് എപ്പോഴും യൂട്യൂബിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള, അതായത് ഒന്നാമത്തെ 5 പ്രസവം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റലി ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എപ്പോഴും ഓടി നടന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. സോ എൻ്റെ പാർട്ട്ണർക്ക് നല്ലൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ്. എനിക്കും അതൊന്ന് എന്താ പറയുക, ഷെയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ മുമ്പ് തന്നെ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുടെ ഇൻകം ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് വയ്യാതാവുന്ന സമയത്ത് എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളായിരുന്നു. നമ്മുടെ ഷോപ്പുകളാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും എല്ലാം തന്നെ. പക്ഷേ ഈ വരുന്ന ഇൻകമൊക്കെ, വരുമാനമൊക്കെ എങ്ങോട്ടാണ് പോണത്, എവിടെയാണ് പോണത് എന്നുള്ളത് എനിക്കറിയില്ല. ഡെയിലി ഒരു 15,000 രൂപയോളമാണ് വരുമാനം. എൻ്റെ പേരിലുള്ള ഷോപ്പിൻ്റെയും ആളുടെ പേരിലുള്ള ഷോപ്പിൻ്റെയും പിന്നെ 3 കൊല്ലം മുമ്പ് ഇട്ടുകൊടുത്ത ബുക്ക് സ്റ്റോളിൻ്റെ, പിന്നെ 4 കൊല്ലം മുമ്പ് ഇട്ടുകൊടുത്ത എൻ്റെ ഫർണിച്ചർ ഷോപ്പിൻ്റെ, അങ്ങനെ കുറേ ഇൻകം ഉണ്ടോ. അതുകൊണ്ട് പൈസ ഇല്ലാതിട്ട് അയ്യോ പാവം ആ ഇക്കാനെ വിട്ടിട്ട് പോയി എന്നുള്ള ഡയലോഗ് ഇനി പറയണ്ട. നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ വാങ്ങി ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആൾക്ക് സ്വതവേ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി എല്ലാം ഇവരാണ് അങ്ങ് ഇട്ട് കൊടുത്തത്. ബുക്ക് സ്റ്റോള് അത് ഇതെല്ലാം ശരിയാ, നിങ്ങൾ തന്നെ ആയിരിക്കും ഇട്ട് കൊടുത്തത്. യൂട്യൂബിൽ നല്ല വരുമാനമുണ്ട്, അത് വെച്ച് നിങ്ങൾ തന്നെ ആയിരിക്കും ഇട്ട് കൊടുത്തത്. അതിപ്പോൾ എടുത്ത് നാട്ടുകാരടുത്ത് പറയുന്നത് എന്തിന്? എല്ലാത്തിൻ്റെയും മെയിൻ ഞാനാണെന്ന് അറിയിക്കുന്നത് വോട്ടവർ. അപ്പം ഇവർ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പറയാതെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന കമൻസ് വന്നു, ആ കമൻസിൽ ആൾക്കാർ അങ്ങനെ ചോദിച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇതെന്ത് ന്യായീകരണോ? അപ്പോൾ ഇവർ തന്നെ ഇവരുടെ കുടുംബകാര്യങ്ങളെ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് വിൽക്കുന്നുണ്ട്.
എന്നിട്ട് ബാക്കിയുള്ളവർ അതെടുത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ അങ്ങനെ ഇനിയിപ്പോൾ കൊണണ്ട നമ്മൾ ഇനിയും പറയും. മനസ്സിലായോ? നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ടി പറയും. ഉള്ള കാര്യം പറയാമല്ലോ. വലിയ നന്മമരങ്ങൾ കളിക്കുന്നു. മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടൊന്നുമല്ലല്ലോ കുടുംബ കുറ്റങ്ങൾ എന്ന് പറയുന്നത്. വലിയ നന്മമരം. ഞാൻ സത്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് വിട്ടാണ്. സീരിയസ്ലി എനിക്ക് പറയാൻ അറിഞ്ഞുകൂടത്തോണ്ടല്ല. ആദ്യത്തെ വീഡിയോ എടുത്തു വെച്ച് എനിക്ക് അലക്കാൻ അറിഞ്ഞുകൂടത്തോണ്ടല്ല. നിങ്ങൾ അതിലുൾപ്പെടെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടും പോട്ട് പുല്ലെന്ന് പറഞ്ഞാൽ വിട്ടതാണ്. മനസ്സിലായോ? എനിക്ക് പറയാൻ അറിഞ്ഞുകൂടത്തോണ്ടല്ല. ഞാൻ വാ പറഞ്ഞാൽ തീരും. അതെനിക്കും അറിയാം, അറിയേണ്ടവർക്കും അറിയാം. പക്ഷേ പോട്ട് എന്തേലും പറഞ്ഞുകൊണ്ട് പോട്ട് നമ്മളത് രണ്ട് സൈഡും കേൾക്കണമെന്നൊക്കെയുള്ള രീതിയിൽ മാന്യമായിട്ട് പറഞ്ഞ് ഒരു വീഡിയോ നൈസായിട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും എടുത്തു വെച്ച് നമുക്കിട്ട് കൊട്ടുമ്പോഴേ നമുക്ക് കൊള്ളും. അല്ലെങ്കിൽ നിങ്ങൾ പേര് പറയണം ഇന്നവൻ ചെയ്തതാണോ മോശമെന്ന്. അല്ലാണ്ട് ഇത് മൊത്തത്തിലൊരുമായിട്ട് ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പൊള്ളും. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കും. എന്തോ സ്വർണ്ണത്തിൻ്റെ കേസൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പോയി നിൽക്കുന്ന സ്ഥലം ഒന്ന് കണ്ടു നോക്കാം. സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഭർത്താവിൻ്റെ നെഞ്ചത്ത്, സ്വന്തം ഭർത്താവിൻ്റെ നെഞ്ചത്ത്. നിങ്ങളുടെ ഗോൾഡ് ഈ പറയുന്ന പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാരെ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തരുന്നത്. അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് അവരുടെ കടമയാണ്. കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇവന്മാരുടെ ഭരണമാണ് അങ്ങോട്ട് ഭരണം. നിങ്ങളുടെ പേരിൽ നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു വരുമാനമാക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് അധ്വാനിച്ച് തന്നത്. അല്ലാതെ എവിടെയോ ആരോ പ്രസവിച്ച ആരെയോ മകനക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നത്. മരുമോനെ കണ്ടിട്ടല്ല തരുന്നത്. മരുമോനക്കും നിങ്ങളുടെ വാപ്പാക്കും എന്താ ബന്ധം? സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊടുത്തോളുള്ള ബന്ധമുള്ളൂ. അവൻ എൻ്റെ മോളെ നാളെ നല്ല രീതിയിൽ വെച്ച് നോക്കും, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, അവളിൽ ജനിക്കാൻ പോകുന്ന മക്കളെ അത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് ഈ മക്കളെ കൊടുക്കുന്നത് പോലും. അത് വിട്ടിട്ട് ഇവരുടെ പൈസ കൊണ്ടാണ് ഇവർ കുറേ കാലം തിന്നാൻ കൊടുക്കത്ര, എന്നിട്ട് അതിന് കണക്ക് പറയത്ര, എന്നിട്ട് അതിന് നിങ്ങൾ മോങ്ങിയിട്ടിരിക്കാനും പെണ്ണുങ്ങൾ. ഇതെല്ലാം പറഞ്ഞ് ഇൻഡയറക്ട്ലി സ്വന്തം ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം ലൈഫും ഇതുമായിട്ട് കണക്ഷൻ വരുന്ന രീതിയിൽ സംസാരിച്ച് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇൻഡയറക്ട്ലി സാധനങ്ങൾ കയറ്റി വിട്ടതാരാ? ഇവര് തന്നെ. എന്നിട്ട് ഇപ്പൊ കുറ്റം മൊത്തം നാട്ടുകാർക്ക്. കൊള്ളാം, നല്ല അടിപൊളി. എനിക്കിപ്പോ തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി പാവമെന്ന് തോന്നുന്നു കേട്ടോ. ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പെട്ട് നിന്നെന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ. മോട്ടിവേഷൻ ക്യൂൻ ആ വ്യക്തി പാവം പെട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് അങ്ങനെ തോന്നി. ആ വ്യക്തി ആ വ്യക്തിയുടെ സൈഡ് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ഇവരെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ദഹിക്കണില്ല. നിങ്ങൾ നോക്ക്, ഇനി മറച്ചു വയ്ക്കുന്നില്ല. 15 ലക്ഷം വ്യൂ 4 days ago. ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് 3-3.5 ലക്ഷം. പച്ചയ്ക്ക് കത്തിച്ച് തിന്നാൻ തുടങ്ങി, ഇപ്പോൾ സമാധാനമായില്ലേ 5 ലക്ഷം. വല്ലാത്ത ജാതി. ഇനി ഇപ്പോൾ എല്ലാം കണ്ടന്റ് ആക്കാം. സിലുടോക്സ് അതും 2.5 ലക്ഷം. മിണ്ടുന്നില്ല സിലുടോക്സ്. അതായത് ഇവരിപ്പോൾ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ജീവിതം നമ്മളെ പോലെയുള്ളവന്മാരെല്ലാം എടുത്തു വെച്ച് ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കണ്ടന്റ് നിർത്തിയപ്പോൾ ഇവർ ഡെയിലി കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവരിപ്പോൾ ചെയ്യുന്നത്. അതിനെല്ലാം നല്ല റീച്ചും ഉണ്ട്. അതുകൊണ്ട് അവരത് കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് നിങ്ങൾ ജെന്യുവിൻ ആണെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത് ഇത്രയും വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഓഫ് ആയിരിക്കണം. നിങ്ങൾ വലിയ നന്മമരമാണെങ്കിൽ ആ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിരിക്കുന്നത് ഓഫ് ചെയ്തിട്ട് ഇനി ഓഫ് ചെയ്ത് കാണിച്ചാൽ പോരാ, അതിന്റെ റവന്യൂ ഉൾപ്പെടെ കാണിച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് വെച്ച് വീഡിയോ ചെയ്യും. നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കാം. അതിൽ ഒരു പൈസ അതിൽ കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കാം. മനസ്സിലായോ? തള്ളുമ്പം മയത്തിൽ തള്ളാൻ നിൽക്കണം കേട്ടാ. നമ്മളും കുറെ കണ്ടത് തന്നെ. എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്? വീഡിയോ ഇടുന്നത്? അയ്യോ എന്റെ ഓഡിയൻസ് എന്നെ കുറിച്ച് ചോദിച്ചു, എന്റെ കുടുംബക്കാരും ചോദിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതല്ല പൈസയ്ക്ക് വേണ്ടിയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. മനസ്സിലായി? ഞാൻ അതിനു വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മൾ എത്തിക്സ് നിലപാട് കീപ്പ് ചെയ്യും. ഇത് രണ്ടും ഇല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം വരുന്ന കുറെ ടീമുണ്ട്. അതൊക്കെയാണ് ചില ടീമുകൾ. മനസ്സിലായല്ലേ? വലിയ നന്മമരം വന്നിരിക്കുന്നു. നന്മയൊക്കെ ആവാം ഒരു മയത്തില്. ചേച്ചി കേട്ടാ. ഇനി ചേച്ചിയുടെ ഒരു വീഡിയോയില് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ട പെണ്ണിന് വേണ്ടി അവളുടെ ബേസിക് റൈറ്റ്സിന് വേണ്ടി സംസാരിച്ച എന്നെ അടിച്ചമർത്താൻ പല രീതിക്കും ഇപ്പോൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കൊള്ളാം. പിന്നെ ആര്? എന്തൊരു ക്യാമ്പയിൻ? പോട്ടെ. അടുത്ത് അവകാശങ്ങൾ ഹനിക്കപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയൂ. അല്ലാത്തവർ അട്ടഹാസിച്ച് പൊട്ടിച്ചിരിക്കും. ആർക്കും എന്തും എപ്പോ വേണമെങ്കിലും വരാം എന്നാണല്ലോ. ഒരു പെണ്ണിന് ഈ സാക്ഷര കേരളത്തിൽ അവൾക്കെതിരെ അബ്യൂസിന് നീതി കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് അവളിൽ നിന്നും ഒരു മരണമെങ്കിലും ഈ സമൂഹം പ്രതീക്ഷിക്കും. അതിൽ കുറഞ്ഞതൊന്നും ഇവർക്ക് പറ്റൂല.
അവളെ ഇല്ലാതാക്കിയതിനു ശേഷം മാത്രമേ അവൾക്ക് വേണ്ടി നാവ് പൊന്തൂ. എത്രയോ പെൺകുട്ടികൾ പല വീടുകളിൽ അവരുടെ ബേസിക് റൈറ്റ്സിന് പോലും അവകാശമില്ലാതെ വീർപ്പ് മുട്ടി മരിച്ചു വീഴാതിരിക്കാൻ പഠിക്കൂ, ജോലി നേടൂ, സ്വന്തം കാലിൽ നിൽക്കും എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത രാജ്യദ്രോഹ കുറ്റം. അതിന് നിങ്ങളെല്ലാവരും കൂടെ എന്നെ പച്ചയ്ക്ക് കത്തിച്ചു. ആ ഇറച്ചി നല്ലോണം വാരി വലിച്ചു കയറ്റുന്നുണ്ട്. അതെ, നല്ലോണം തിന്നുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇഷ്ടപ്പെട്ട ചേച്ചി സ്വന്തം കുടുംബ ജീവിതം എന്ന് പറയുന്നതിനെ പച്ച ഇറച്ചിയെ വിറ്റ് ചേച്ചി തിന്നുന്നുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടോ? പിന്നെ മക്കളെ കേസ് പറയുന്നുണ്ടല്ലോ, മക്കളെടുത്ത് അത്രയ്ക്ക് കൺസേൺ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മക്കൾ നാളെ ഈ ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം മിണ്ടാൻ പാടില്ലായിരുന്നു. നാളെ നിങ്ങൾ ഈ ഭൂലോകത്തുനിന്ന് പോയാൽ കൂടി ഈ മക്കളായിരിക്കും ഫേസ് ചെയ്യുന്ന ഇത്തരം ചോദ്യങ്ങൾ. മനസ്സിലായ? ചേച്ചി ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വയസ്സായി കാലകർമ്മപ്പെട്ടു പോകുമ്പം നിങ്ങൾ ഈ പറഞ്ഞു വെച്ചതെല്ലാം നാളെ നിങ്ങളുടെ മക്കൾ ഫേസ് ചെയ്യും ആ ക്വസ്റ്റ്യൻസ്. നോട്ട് ദ പോയിന്റ്. എന്നിട്ട് വലിയ നന്മ വരം കളിക്കണം. നമുക്കും അറിയാം നന്മ വരം കളിക്കും. എനിക്കും അറിയാം, ഞാൻ നാളെ കുറെ സഹായങ്ങളും ചെയ്തിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തെ നന്മ വരാവും. നമുക്കങ്ങനെയൊന്നും വേണ്ട. ജെനുവിനാണ്. നാട്ടുകാരുടെ കണ്ണി പൊടിയിട്ടുള്ളൊരു പരിപാടിക്ക് നമ്മളില്ല. ഓർത്തോ, നിന്റെയൊക്കെ വീട്ടിലും പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അപ്പോഴും ഇതുപോലെ റിയാക്ഷൻ ഇട്ട് പരിഹാസം തുടരണം. പിന്നെ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ മറ്റേ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് അതുവഴി കാശുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ. നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അതല്ലേ പണി. ഇപ്പം നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നേരെ യൂട്യൂബിൽ പോകാൻ വീഡിയോ ഇടാൻ. ഇവിടെ ഡിവോഴ്സ് ആയി വീട്ടിൽ മര്യാദയ്ക്കിരിക്കും. അടുത്ത് വേറെ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കും. അല്ലാണ്ട് നാട്ടുകാരുടെ അടുത്ത് മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ ഡിവോഴ്സായി ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയെടുത്ത് കുമ്പിട്ടും കൊണ്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യത്തില്ല നമ്മുടെ വീട്ടിലെ ഒരു പെണ്ണുങ്ങൾ. മനസ്സിലായ? ഞാൻ മര്യാദയ്ക്ക് നോർമലായിട്ട് ന്യൂട്രലായിട്ട് പറഞ്ഞു പോയൊരു വീഡിയോ ആയിരുന്നു. ഇവരുടെ ഈ ഒരുമാതിരി കുണച്ച് പോകാൻ കണ്ടപ്പോൾ എനിക്ക് വിടാൻ തോന്നില്ല. അല്ലെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയവർ പരിഹസിക്കപ്പെട്ടിട്ടല്ലാതെ ഈ ഭൂമി വിട്ടുപോയ ചരിത്രവുമില്ല. എന്നെ കുറ്റം പറയുന്നവരുടെ ടൈറ്റിലും തമ്മിലും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? പച്ചക്കള്ളങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഇറക്കുന്നു. എൻ്റെ ടൈറ്റിൽ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിരുന്നു. അവരുടേതൊക്കെയാ നമ്മുടെ ഭയങ്കര മോട്ടിവേഷൻ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചേച്ചി. ഓ എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. ഇനി വേറെയും ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പെണ്ണിന് അവകാശങ്ങൾക്കെതിരെയുള്ള അബ്യൂസിന് നീതി കിട്ടണമെങ്കിൽ നമ്മുടെ സാക്ഷ്യ കേരളത്തിൽ ചുരുങ്ങിയത് അവൾ മരിക്കണം. അവളുടെ ജീവനും ജീവിതവും സാക്രിഫൈസ് ചെയ്യണം. നല്ല ലോകം, നല്ല ജനത കൊള്ളാം. നിങ്ങളൊക്കെ ഇനിയും ഒരു 100 കൊല്ലം ഇതൊക്കെ അനുഭവിക്കും. എല്ലാ മനുഷ്യരെയും ലിംഗബോധമില്ലാതെ കാരുണ്യത്തോടെ കാണുന്ന ഒരു കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്ന് കൊണ്ടേയിരിക്കുന്നു. ആരെയും ബുദ്ധിമുട്ടില്ലാതെ നമ്മളെയും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വിടാതെ ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. നല്ല നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആരാന്റെ കണ്ടന്റ് വിറ്റ് കുടുംബത്തിന് കഞ്ഞി കുടിക്കുന്നവരോട് വിട്ടൂടെ? ആവശ്യത്തിന് പൈസ കിട്ടിയില്ലേ? ആരാന്റെ കണ്ടന്റ് വിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ്. ഈ ആരാന്റെ കണ്ടന്റ് എന്ന് പറയുന്ന നിങ്ങൾ സ്വന്തം കുടുംബത്തിനെ തന്നെ വിറ്റുകൊണ്ട് കണ്ടന്റ് ആക്കി തിന്നുമ്പം ഉളുപ്പ് തോന്നുന്നില്ലേ? പോസിറ്റീവ് കാര്യമൊന്നും അല്ലല്ലോ. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വരെ വിറ്റ് ജീവിക്കുന്ന നിങ്ങൾക്കൊന്നും നാണവും മാനവും ഉളുപ്പും ഇല്ല എന്ന് അങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾ അതിനെന്തായിരിക്കും ഉത്തരം തരുന്നത്? എൻ്റെ പൊന്നി ചേച്ചി. അതുകൊണ്ട് ചേച്ചി, കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കും. ചുമ്മാ നമ്മളെ കയറി മാന്താൻ നിൽക്കരുത്. ഇനി ഈ ഒരു ഇത്രയും വലിയ സെന്റിമെന്റ് സാധനം ഇട്ടിട്ട് അടിയിൽ കൊണ്ട് അടിച്ചു വെച്ചിരിക്കുന്ന നോക്ക്. ഞാൻ ഇപ്പോഴും എപ്പോഴും അധ്വാനിച്ച് ജീവിക്കുന്നു. എൻ്റെ ഓൺലൈൻ സ്റ്റോറിലെ പ്രോഡക്റ്റ്, ലഞ്ച് ബോക്സ്, ഡ്രസ്സസ് എക്സെട്ര ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഉളുപ്പ്. വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഉളുപ്പ്. ഒന്നും പറയാനില്ലടേ. എന്നിട്ട് #1 എംപവർമെന്റ് നീഡ് ഫോർ എഡ്യൂക്കേഷൻ സെൽഫ്. ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ഒന്നും പറയാനല്ലേ ചേച്ചി. കൂടുതൽ മാസാണ് ചേച്ചി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർക്ക് റിയാക്ട് ചെയ്യാൻ അറിഞ്ഞൂടെന്ന് വിചാരിക്കില്ല. മാന്യമായിട്ട് പറഞ്ഞു വിട്ടപ്പോൾ ചേച്ചിക്ക് പറ്റണില്ല. നമ്മുടെ വായിരിക്കണം കേട്ടേ ചേച്ചി അടങ്ങത്തുള്ളൂ. പിന്നെ എന്ത്, നമുക്ക് കേൾക്കല്ല. പുതിയൊരു വീഡിയോ ഇട്ടണം. ബൈ.